ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാം സുപരിചിതനായ സുജിത് ഭക്തനെ കുറിച്ചാണ്. ഈ സുജിത് ഭക്തൻ ഒരു ഉറങ്ങിക്കിടക്കുന്ന സംഖ്യയാണെന്ന് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് അവസരം വരുമ്പം ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഈ സുജിത് ഭക്തൻ ഉണർന്നിട്ട് സംഖ്യക്ക് വേണ്ടി പണിയെടുക്കുന്നതാണ് എന്നോട് അവരൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ ആ കാര്യം ഉണ്ടല്ലോ ആദ്യം ഒന്നും വിശ്വസിച്ചിട്ടേയില്ല. പക്ഷെ ഞാൻ ഇയാളുടെ വീടില്ല ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പം ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന സംഖ്യയല്ല, ഇയാൾ ഉണർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന സംഖ്യയാണ്. നിഷ്പക്ഷനാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഈ ചങ്ങായിക്ക് നല്ലോണം പറ്റുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇയാളുടെ ഓരോ വീഡിയോയിലും ഇസ്ലാമിക വിരുദ്ധത ഉണ്ടല്ല മെല്ലെ മെല്ലെ കുത്തിക്കേറ്റുന്നുണ്ട്. അത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിക വിരുദ്ധത ഇയാൾ ആരും അറിയാതെ കുത്തിക്കേറ്റുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറട്ടെ, ലോകത്തുള്ള എല്ലാ ഇസ്ലാം ഭരണാധികാരികളും അത്ര നല്ലവരാണെന്നുള്ള അഭിപ്രായം നടക്കില്ല. അവരിൽ മോശമുള്ളവരുണ്ട്, ഒരുപാട് നല്ലവരുണ്ട്. പക്ഷെ നമ്മളെ സുജിത് ഭക്തൻ പറഞ്ഞു വരുമുണ്ടല്ല ആ ഒരു ഇസ്ലാമിക ഭരണാധികാരിനെ അല്ല കുറ്റം പറയാ, പറയുമുണ്ടല്ല മൊത്തം ഇസ്ലാമിനെയാണ് ഇയാൾ കുറ്റം പറഞ്ഞു വരിക. നേരെ മറിച്ച് നമ്മളെ സുജിത് ഭക്തനുണ്ടല്ല ക്രൈസ്തവ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു കുറ്റവും പറയില്ല, ജൂതന്മാർ ചെയ്യുന്ന ഒരു കുറ്റം പോലും ഇതുവരെ അയാൾ പറഞ്ഞിട്ടേയില്ല. പക്ഷെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മോശം ഇസ്ലാമിക രാജാക്കന്മാരെ പിടിച്ചിട്ട് ഇയാൾ മൊത്തം ഇസ്ലാമിനെ കുറ്റം പറയാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അയാൾ നേരിട്ടത് പറയില്ല, എന്തിന്റെ അകത്തെങ്കിലും പൊതിഞ്ഞു വെച്ചിട്ടാണ് ഇയാൾ മൊത്തം ഇസ്ലാം വിമർശനം നടത്തുക. പക്ഷെ ഇപ്പൊ ഉണ്ടല്ല ഇയാളുള്ളിലുള്ള ആ കാവി ട്രൗസറില്ലേ, ആ കാവി ട്രൗസർ മെല്ലെ മെല്ലെ വെളിയിൽ വരാൻ തുടങ്ങി. അതായത് ആ കാവി ട്രൗസർ ജനങ്ങള് മലയാളികൾ കുറച്ചായിട്ട് കാണാൻ തുടങ്ങി. ഇയാളുണ്ടല്ലോ ഇത്രയും കാലം നിഷ്പക്ഷനായിട്ടും ഉറങ്ങിക്കിടന്ന സംഖ്യയൊക്കെ അഭിനയിച്ചിട്ടില്ല ഇയാളുടെ വീഡിയോന്റെ റീച്ചിന് വേണ്ടി മാത്രമാണ്, പൈസക്ക് വേണ്ടി മാത്രമാണ്. എന്തായാലും ഈ ചങ്ങായി കുറച്ച് ദിവസം മുന്നേറ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ആ വീഡിയോ കാണുമ്പോഴല്ല ഇയാൾ എത്രമാത്രം ഇസ്ലാം വിരുദ്ധനാണെന്നും ഇയാൾ എത്രമാത്രം സംഘസ്നേഹിയാണെന്ന് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിന് പുറകെ ഇപ്പം മതങ്ങളും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഗണഗീതവും എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗണഗീതം എന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗണഗീതം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കേൾക്കുന്നത്. സോ ഞാനും ഇങ്ങനെ യൂട്യൂബൊക്കെ തപ്പി ഇങ്ങനെ നോക്കുമായിരുന്നു എന്താണ് ഗണഗീതം. എനിക്ക് തോന്നുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തൊരു സംഭവമായിരിക്കും ഈ ഗണഗീതം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കമന്റിൽ അതിന്റെ ലിറിക്സ് കണ്ടു. പവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. പിന്നെ വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ അതിന്റെ കുറെ ഇത് എല്ലാം വായിച്ചു നോക്കിയിട്ട് അവസാനം ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വർഗീയത എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് RSS എന്ന് പറയുന്ന ഒരു സംഘടന, അവര് ഗണഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഗ്രൂപ്പായിട്ട് പാടുന്ന പാട്ട്. അവർ ഗ്രൂപ്പായിട്ട് പാടുന്ന ഒരു പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ടു ബി ഓണസ്റ്റ് ഞാൻ അത് കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നതും. ഇതൊരു ദേശഭക്തി ഗാനമാണ് എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. ഇത് RSS സ്ഥിരമായിട്ട് പാടുന്ന ഒരു ദേശഭക്തി ഗാനമാണ് എന്ന് പറയുന്നു. RSSന്റെ തീം സോങ് ആണോ അല്ല RSSന്റെ ഔദ്യോഗിക ഗാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്തായാലും ഇതിനകത്ത് ഈ ഭാരത് മാതാ കി ജയ്, ഭാരതാംബ, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പട്ടാളക്കാരെല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് പട്ടാളക്കാർ കുറവാണ്. കേരളത്തിൽ കാര്യമായിട്ട് പട്ടാളക്കാരില്ല. പട്ടാളക്കാർ ഇഷ്ടം പോലുള്ള നാട്ടിൽ ഇവർ പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് ഇവരുടെ സ്ഥിരം ഡയലോഗുകളാണ്. അതേപോലെ ഇവരുടെ പല ബറ്റാലിയനുകളുടെയും പേരുകൾ അല്ലെങ്കിൽ ഇവരുടെ പല ബറ്റാലിയനുകൾക്കും ഈ പറഞ്ഞ പോലെ ഓരോ മതങ്ങളുമായിട്ട് റിലേറ്റഡ്, അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളും അതുപോലെയുള്ള സംഭവങ്ങളും ധാരാളമായിട്ട് നമ്മൾ പല സ്ഥലത്തും പോയി കാണാൻ സാധിക്കുന്നതാണ്. പട്ടാളക്കാർ നടത്തുന്ന അമ്പലങ്ങളും ദർഗകളും വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിഖ് ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ മുസ്ലിം പള്ളി നമുക്ക് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളുടെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പല നാടുകളിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഭാരത് മാതാ കി ജയ് എന്നും പറഞ്ഞൊരു വാക്ക് പോലും പാടാൻ പാടില്ല, അത് പാടുന്നത് പോലും വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് ഇത്. മിസ്റ്റർ സുജിത് ഭക്തൻ, പട്ടാളക്കാർ ഇങ്ങനെ പറയുന്നത് ആർക്കും യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് പട്ടാളക്കാരെ ആരും അപമാനിച്ചിട്ടില്ല, പട്ടാളക്കാരെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ പട്ടാളക്കാരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് ആരാണെന്ന് ഭക്തൻ അറിയാമോ? അത് ഇന്ത്യയിലെ ഹൈന്ദവനോ മുസൽമാനോ ക്രൈസ്തവനോ അല്ല, അത് സംഘപരിവാറാണ്. അതായത് ഇന്ത്യൻ പട്ടാളക്കാരെ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യം പട്ടാളക്കാരെക്കാളും അംഗബലമുള്ള സംഘപരിവാർ RSS വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് RSSകാരാണ്. അതുണ്ടല്ലോ ലോകപരിചയമുള്ള ലോകവിവരമുള്ള സുജിത് ഭക്തൻ എന്ന താങ്കൾക്ക് മനസ്സിലാകാതെ പോയി, അതറിയാതെ പോയി. പട്ടാളക്കാർ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് കൊണ്ടോ വന്ദേ മാതരം വിളിക്കുന്നത് കൊണ്ടോ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടോ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ ആർക്കും യാതൊരു കുഴപ്പമില്ല ഭക്ത. നിങ്ങൾ വെറുതെ അതിന്റെ ഇടയിലേക്ക് പട്ടാളത്തിനെ കുത്തിക്കേറ്റാൻ നോക്കണ്ട. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം? കുറച്ച് മുസ്ലിങ്ങളെ കാണുമ്പോൾ കുറച്ച് സംഖ്യകൾക്ക്, ഉത്തരേന്ത്യയുള്ള കുറച്ച് കുരുവട്ട സംഖ്യക്ക് അവരെ കൊണ്ട് വന്ദേമാതരം വിളിപ്പിക്കണം, ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കണം, അത് നിർബന്ധമായിട്ട് വിളിപ്പിച്ചേ പറ്റൂ, അങ്ങനെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾ ഇന്ത്യക്കാരാവൂ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്, അതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. ഭാരത് മാതാ കി ജയ് ഒരു മുസ്ലിം വിളിക്കണമെന്ന് ആർക്കാണ് നിർബന്ധം? അവർ ഭാരത് കി ജയ് വിളിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ കി ജയ് എന്ന് വിളിക്കുന്നുണ്ട്. അവർ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ എന്തിനാണ് അവരെ കൊണ്ട് ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും വിളിപ്പിച്ചേ അടങ്ങുന്നു
ഈ ചാണക സംഘികൾ ഇത്രമാത്രം നിർബന്ധം പിടിക്കുന്നത്? എന്റെ സുജിത് ഭക്ത, നിങ്ങളൊന്ന് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. മുസ്ലിങ്ങളെ കൊണ്ട് ഇതുപോലെ നിർബന്ധിപ്പിച്ച് ഇത് വിളിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് സംഖ്യയുടെ വീഡിയോ. അതിൽ 2 ദിവസം മുന്നേ, ഇപ്പൊ ചൂടോടുകൂടി 2 ദിവസം മുന്നേ വന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ട്രെയിനിന്റെ അകത്ത് പറന്നിട്ട മുസ്ലിം സ്ത്രീയോട് വന്ദേ മാതരം വിളിച്ചേ പറ്റൂന്ന് കുറച്ച് സംഖ്യകൾ പറഞ്ഞ ഒരു വീഡിയോ. ഇപ്പൊ 2 ദിവസം മുന്നേ ചൂടോടെ വന്ന വീഡിയോ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. വാ. वंदे मातरम बोलना पड़ेगा। आपको किसने आके फोर्स किया? आपको किसने फोर्स किया? क्या बोल रहे हैं आप लोग? क्या बोल रहे हैं? आपके पास पर्सनली आया आपको बोलने के लिए? पर्सनली आया, बोला भी होगा तो आपको पर्सनली नहीं बोला है। पर्सनल ओके। കുറച്ച് ചാണക സംഘങ്ങൾ ഒരു പാവം മുസ്ലിം സ്ത്രീയോട് കാണിക്കുന്ന ഈ സംഭവത്തെ എങ്ങനെയാണ് രാജ്യസ്നേഹം എന്ന് വിളിക്കാൻ പറ്റുക? എന്റെ സുജിത് ഭക്ത, ഈ നാരിത്തരം കാണിക്കുന്ന സംഖ്യകളാണോ നിങ്ങൾ പട്ടാളക്കാരുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത്? എന്റെ സുജിത് ഭക്ത, സംഖ്യക്കട്ടൽ ഇപ്പൊ മുസ്ലിം പള്ളികൾ കാണുമ്പോൾ അന്ന് ഭക്തി വരുന്നത്, അതുപോലെ മുസ്ലിങ്ങളെ കാണുമ്പോഴാണ് ഇവർക്ക് എവിടുന്നൊക്കെയോ രാജ്യസ്നേഹം പൊട്ടി മുളക്കുന്നത്. അതൊക്കെ ഉണ്ടല്ല കപട ഭക്തിയും കപട രാജ്യസ്നേഹമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന എന്റെ ഭക്തന് ചിലപ്പം അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ആദ്യം തന്നെ സുജിത് ഭക്തൻ കുറെ വരികൾ പാടി, ഗണഗീതത്തിന്റെ വരികളിൽ നിന്നും മറ്റ് എന്തോ ദേശഭക്തി ഗാനമാണെന്ന്. എന്റെ സുജിത് ഭക്ത, സംഘികളും ദേശവും ദേശഭക്തിയും സ്വാതന്ത്ര്യ സമരം തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒന്ന് സുജിത് ഭക്തൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? പറ്റൂല. സുജിത് ഭക്തനെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും പറ്റൂല. സംഘികളും ദേശസ്നേഹവും സ്വാതന്ത്ര്യ സമരം തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ സംഘികൾ ഓരോരാളെ കുത്തിക്കയറ്റി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത കുറെ സംഘികളാ ഇതിന്റെ അകത്തേക്ക് സംഘികൾ ഉണ്ടാക്കുന്ന പുതിയ ചരിത്രമില്ലേ അതിലേക്ക് കുത്തിക്കയറ്റി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റാൻ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് സുജിത് ഭക്തൻ നമ്മൾ ഈ ഗണഗീതം പോലുള്ള സംഭവങ്ങളെ എതിർക്കുന്നത്. അതുകൊണ്ട് സുജിത് ഭക്തൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ്, മനഃപൂർവ്വമല്ല ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ഒന്നുകൂടി സുജിത് ഭക്തനല്ല ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് യാത്ര നടത്തണം. ഉത്തരേന്ത്യയിലേക്ക് യാത്ര നടത്തിയിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ സംഘപരിവാറിനെ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സുജിത് ഭക്തൻ ഒരു വീഡിയോ ചെയ്യണം, അത് തുറന്ന് പറയണം. അങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളും ദളിതനും സംഘപരിവാറിനെ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ സുജിത് ഭക്തൻ ഇവിടെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യാൻ നിന്നെങ്കിൽ സുജിത് ഭക്ത തീരൂല. നിങ്ങളെ വീഡിയോ ഉണ്ടല്ലോ, എടുത്താലും തീരാത്തത്ര നീണ്ടുപോകും. അത്രമാത്രം ഉണ്ടല്ലോ ഉത്തരേന്ത്യ സംഘികൾ അവിടുത്തെ മുസ്ലിങ്ങളോടും ദളിതരോടും മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നമ്മളെ സുജിത് ഭക്തൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേയില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളെ സുജിത് ഭക്തന്റെ ഉള്ളിലുള്ള സംഘിഭക്തനില്ലേ, ആ സംഘിഭക്തൻ സമ്മതിക്കൂല. പക്ഷെ നമ്മളെ സംഘിഭക്തനായ ഈ സുജിത് ഭക്തൻ സംഘികളെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെളുപ്പിക്കും. അങ്ങനെ സംഘികളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുജിത് ഭക്തൻ ഇപ്പൊ സ്വന്തം ചാനലിൽ നമ്മളെ ശോഭേച്ചിനെയും മഞ്ഞൾ ശോഭേച്ചിനെയും ഉള്ളി സുരാട്ടനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സംഘികളെ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സുജിത് ഭക്ത, നീ പഞ്ചസാരയിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്റെ മുസ്ലിം വിരുദ്ധതയില്ലേ, ആ മുസ്ലിം വിരുദ്ധതയും നിന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ സംഘിഭക്തനില്ലേ, ആ സംഘിഭക്തനെന്നും ആർക്കും മനസ്സിലാവൂലെന്ന് നീ തെറ്റിദ്ധരിക്കല്ലേ കേട്ട ഭക്ത. സുജിത് ഭക്തൻ ഒരു സംഘിഭക്തൻ മാത്രമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്റെ സുജിത് ഭക്ത. അതുകൊണ്ട് വന്ദേ മാതരം പാടിയാലേ ഭാരത് മാതയ്ക്ക് ജയ് വിളിച്ചാലേ ഇന്ത്യക്കാരനാകൂ എന്നൊക്കെ സംഘികൾ പറയും. സംഘികൾ പറഞ്ഞത് സുജിത് ഭക്തനും ഏറ്റെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിൽ ശരി, ഇന്ത്യയിലെ ഓരോ മുസ്ലിമും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് നമ്മളെപ്പോലുള്ളവർക്ക് അറിയാം കേട്ടോ സുജിത് ഭക്ത. അതുകൊണ്ട് സുജിത് ഭക്ത ഊഞ്ഞാലാട്ടലും രണ്ടും ഒരുമിച്ച് വേണ്ടട്ടാ. അപ്പൊ എല്ലാവർക്കും ഏറെക്കുറെ നമ്മളെ ഭക്തൻ സുജിത് ഭക്തൻ എന്ത് ഭക്തനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.